ഹലോ ഗായ്സ്. അപ്പോൾ രാത്രിയിലത്തെ കുറച്ച് കുക്കിംഗ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അച്ഛൻ ഇന്ന് വന്നപ്പം കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ചൂരമീനല്ലേ അമ്മ? ചൂരമീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം അത് അമ്മ കറി വെക്കാണ്. കറി വെച്ച് പകുതിയൊക്കെ ആയി, റെസിപ്പിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പം നമുക്ക് നോക്കാം, ബാക്കി അമ്മ പോയി സഹായിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് അടുക്കി വെക്കുമായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. മുളക് പൊടിയും മസാലകളും എല്ലാം ഇട്ട് കേട്ടോ. അപ്പം മൂത്തമ്മ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാവേ. ഞാൻ വീഡിയോ ഒക്കെ സെറ്റാക്കി വന്നപ്പോഴത്തേക്കും അമ്മ എല്ലാ പണിയും ചെയ്തു വെച്ച്, മീൻ വരെ കഴുകി വെച്ച്. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനാണെങ്കിൽ മീൻ ഞാൻ എടുത്തിടാണ് കേട്ടോ. അതൊരു രസമുണ്ടല്ലോ, ആ ചൂട് തിളച്ച ആ കറിയിലോട്ട് ഈ മീനിങ്ങനെ എടുത്തിടുമ്പോൾ നല്ല രസമുണ്ടല്ലോ. അപ്പം അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഇതും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അത് തിളയ്ക്കുന്നുണ്ട്, നമുക്ക് പോയി ഇടാം. അപ്പം ഇതാണ്ടേ മീൻ കറി തെളിച്ച് കേട്ടോ. ഇതിനകത്തോട്ട് ഈ മീൻ നമുക്ക് എടുത്തിടാവേ. കൈ കൊണ്ടങ്ങ് ഇടുവാണേ. മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാലോ, നമ്മുടെ രാത്രിയിലത്തെ അതും കൂടെ ഉണ്ടാക്കാവേ. വാ. ചപ്പാത്തി കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചായിരുന്നേ. കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ചപ്പാത്തിയുടെ ഒരു രഹസ്യം. പൊടി എടുത്ത് ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തി നല്ലതാണ്, ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കണം. കറക്റ്റ് ഉണ്ടയാണെങ്കിൽ നല്ല റൗണ്ട് ചപ്പാത്തി കിട്ടത്തുള്ളൂ. നമുക്ക് അത് പൊടിയിൽ മുക്കി പരത്തിയെടുക്കാം. വേണമെങ്കിൽ ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ഒരു ഹാക്ക് കണ്ടതാണ്, അതായത് 2 ചപ്പാത്തി നമുക്ക് ഒരു സമയം ചുട്ടെടുക്കാന്ന്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. ഇത് പക്ഷെ നല്ല വർക്കിംഗ് ആട്ടോ. കാരണം 2 ചപ്പാത്തി ഒരു സമയം പെട്ടെന്ന് കണ്ടതോ അത് റെഡിയായി. നമ്മുടെ 2 ചപ്പാത്തി ഒരേ സമയം പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. ഇത് ഭയങ്കര സൂപ്പർ കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ഹാക്ക്. ഇനി നമുക്ക് നമ്മുടെ മീൻകറിയും വെന്ത് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു കുഞ്ഞു കഷ്ണമോ ഒരു ചാളൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാം.